നിരവധി ജനകീയ പദ്ധതികളുമായി UDF പ്രകടന പത്രിക പുറത്തിറക്കി. ആശാവർക്കർമാർക്ക് 2000 രൂപ അലവൻസ് ഉൾപ്പെടെയുള്ള ജനകീയ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ എല്ലാ വാർഡുകൾക്കും ഉപാധിരഹിതമായി വികസന ഫണ്ട് ലഭ്യമാക്കുമെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ UDF പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. ഇതിൻ്റെ വിനിയോഗത്തിനായി വാർഡ് സഭകൾ കമ്മ്യൂണിറ്റി പ്ലാൻ തയ്യാറാക്കും. UDF നേതാക്കളാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന ഫണ്ട് ലഭ്യമാക്കുമെന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ അവകാശമാക്കും. നടപ്പാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് UDF നേതാക്കൾ പറഞ്ഞു. ആശാവർക്കർമാർക്ക് ഓണറേറിയത്തിന് പുറമെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വകയായി പ്രതിമാസം 2000 രൂപ വീതം അലവൻസും നൽകും. വനിതാ ഘടക പദ്ധതിക്ക് മാറ്റിവെക്കുന്ന തുക 10% നിന്ന് 13%. വിധവകൾക്കായി 3% തുക നീക്കിവെക്കും. തൊഴിലുറപ്പ് പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കി 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തും. 5 വർഷം കൊണ്ട് എല്ലാവർക്കും വീട് ഉറപ്പാക്കും. കുറഞ്ഞ വരുമാനക്കാർക്ക് വീട് വാടകയ്ക്ക് എടുത്തു നൽകും. 6 പ്രധാന കോർപ്പറേഷനുകളിൽ വിദേശ രാജ്യങ്ങളിലേതുപോലെ പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തും. ഗ്രാമീണ റോഡുകൾ ഗുണനിലവാരമുള്ളതാക്കും. മാലിന്യം, ശുചിത്വം എന്നിവ ഉറപ്പാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ സീറോ വേസ്റ്റ് പദ്ധതി നടപ്പാക്കും. യുവജനങ്ങൾക്കായി പദ്ധതി വിഹിതത്തിൻ്റെ 5% വയോജനക്ഷേമത്തിനായി പ്രത്യേക പദ്ധതിയും നടപ്പാക്കും. എല്ലാ ജില്ലകളിലും ദിവസവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സീനിയർ സിറ്റിസൺ ഹെൽപ്പ് ലൈൻ നടപ്പാക്കും. ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് 2 വർഷത്തിലൊരിക്കൽ മാത്രമാക്കും. തെരുവുനായ ശല്യത്തിനെതിരെ പദ്ധതി നടപ്പാക്കുമെന്നും വന്യജീവികളിൽ നിന്ന് സുരക്ഷയ്ക്കും പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾക്കും പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിക്കുമെന്നും പ്രകടന പത്രികയിലുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോക്കൽ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ വികസിപ്പിക്കും. മയക്കുമരുന്ന് മുക്ത വാർഡുകൾ സാക്ഷാത്കരിക്കും. പ്രാദേശിക നിക്ഷേപ സംഗമങ്ങൾ സംഘടിപ്പിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.